ഗുഡ് മോർണിംഗ് ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വിശേഷം നമുക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ കാണിക്കാം, അതുപോലെ കുറച്ച് സംസാരിക്കാം. ഇത് കണ്ടോ ഗൈസ്, ഞാനിവിടെ വരാൻ നേരം എനിക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്, അയ്യോ അത് പൊട്ടിപ്പോയി, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഒരു റോസാ ചെടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ പിടിക്കുന്നില്ല. എനിക്കറിയില്ല എന്താണ്, വെള്ളത്തിൻ്റെ ഒന്നുമല്ല, ചിലപ്പോൾ വളത്തിൻ്റെ ആയിരിക്കും, മണ്ണിൻ്റെ ആയിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഇവിടെ തക്കാളി, സ്പ്രിംഗ് ഓണിയൻസ് ഇനിയുണ്ട്, ഞാൻ കാണിക്കാം. പൊട്ടാറ്റോ കണ്ടാ, തുളസി. ഇവർക്കെല്ലാം കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ തുളസി ഉണ്ടോ, തുളസി മാത്രം നല്ല കിടിലായിട്ട് നിപ്പുണ്ട്. ദിസ് തുളസി ഇസ് റിയലി എ സർവൈവർ, യുനോ. അപ്പൊ ഞാനിപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഫ്ലാറ്റ് എനിക്ക് ഒരു ഹെവൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ഞാൻ കഴിഞ്ഞ ശനി ഞായറും ഒക്കെ മറ്റ് ഫ്ലാറ്റുകൾ ഒക്കെ പോയി കാണേണ്ട ആവശ്യമുണ്ടായി. കാരണം നമ്മൾ ഈ ഫ്ലാറ്റിൽ നിന്ന് മാറണം. കാരണം ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്തായാലും ഈ ഫ്ലാറ്റിൽ നിന്ന് മാറേണ്ട ആവശ്യമുണ്ട്. അപ്പം കുറച്ചധികം പൂനെയിലുള്ള മറ്റ് ഫ്ലാറ്റുകളൊക്കെ പോയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് എ ഹെവൻ. അപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഈ ഫ്ലാറ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ് കൊണ്ട് ഒരു കുറവും തോന്നിയിട്ടില്ല. കാരണം നമുക്ക് താഴെ ജിമ്മുണ്ട്, പാർക്കുണ്ട്, അടിപൊളി ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ അത്ര ടൗണിന്റെ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ നല്ല ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. നമ്മുടെ വുഡ്ലാൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പൂനെയിലെ ഒരു ഫ്ലാറ്റിലാണ് ഇവിടെ താമസിക്കുന്നത്. സോ അത് അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്തായാലും ഉടനെ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഗ്രാജുവലി നമുക്ക് ഇവിടുന്ന് മാറണം. കാരണം നമ്മുടെ മറ്റ് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പതിയെ പതിയെ പറയാം. അപ്പം ഇവിടുന്ന് മാറണം. അപ്പൊ ആ ഒരു തെരച്ചില്ലേ, പൂനെ വന്നിട്ട് സിറ്റിയില് ഒത്തിരി നേരം സിറ്റി കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ ശനി ഞായറും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഡസ്റ്റ് എല്ലാം കൂടെ ഇതാക്കിയിട്ട് കുറച്ച് വയ്യാതെ ഇരിക്കുകയാണ്. നമ്മള് സിറ്റി എന്ന് പറയുന്ന അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അത്യാവശ്യം നല്ല പൊല്യൂഷനും ട്രാഫിക്കും ഒക്കെ ആയിട്ട് സോറി. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇച്ചിരി ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കാം. പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അത് അകത്തോട്ട് കയറിയിട്ട് പറയാം. അപ്പം ഞാൻ ദാൽ കിച്ചടി ഒരു കുക്കിംഗ് വ്ലോഗ് ചെയ്തിരുന്നു. അപ്പം സോ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ചേട്ടാ ദാൽ കിച്ചടി എന്നൊക്കെ പറഞ്ഞ് സെർവ് ചെയ്തപ്പോൾ ചേട്ടൻ ദിസ് ഈസ് നോട്ട് ദാൽ കിച്ചടി എന്നാണ് എനിക്ക് റിപ്ലൈ തന്നത് ഗൈസ്. അപ്പം എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി. അപ്പം അത് കണ്ട് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയം നുറുങ്ങിയാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല ഗൈസ്. അപ്പം ഞാൻ യെസ് ഇതാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പം നിർദാക്ഷിണ്യം ചേട്ടൻ പറഞ്ഞു നോ ദിസ് ഈസ് നോട്ട് ദാൽ കിച്ചടി. ഞാൻ ഹൗ ഡെയർ യു എന്നുള്ള രീതിയിൽ ഒരു നോട്ടമൊക്കെ കൊടുത്തെങ്കിലും ചേട്ടനൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം അതിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര ലൂസായിട്ടാണ് അത്ര വരേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ അപ്പൊ ദാൽ കിച്ചടി എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് ബാത്ത് എന്ന് വിളിക്കാം. ഓക്കെ, നോ പ്രോബ്ലം. പേരിലൊക്കെ എന്തിരിക്കുന്നല്ലേ. സോ ഇനിയിപ്പോ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അത് ദാൽ കിച്ചടി അല്ല, അത് ബാത്ത് എന്നാണ് വിളിക്കേണ്ടത് എന്ന് ചേട്ടൻ പറഞ്ഞു. സോ നമുക്ക് എന്തായാലും ദാൽ കിച്ചടി പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ രീതിയിൽ വെള്ളം വരുന്ന രീതിയിൽ കൺസിസ്റ്റൻസി എന്തായാലും നമ്മൾ വിട്ടുകൊടുക്കരുത്, ഒന്നുകൂടെ എന്തായാലും ചെയ്യണം. പക്ഷെ ഇന്ന് നമ്മൾ അതല്ല ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ടൊമാറ്റോ പച്ചടി എന്നൊരു സാധനമാണ്. പച്ചടി അല്ല, വേറൊരു ഐറ്റമാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടൊമാറ്റോ പച്ചടി എന്ന് പറയുന്നത് ഒരു ആന്ധ്ര സ്റ്റൈൽ ക്യൂസൈനാണ്. അപ്പൊ നമുക്ക് ഇന്നൊരു ആന്ധ്ര സ്റ്റൈലിൽ പിടിക്കാം. ലെറ്റ്സ് ഗോ ഫോർ കുക്കിംഗ്. ഒരു റൈസ് ആദ്യമേ ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ കേട്ടോ.
അപ്പൊ റൈസ് കുക്കാവുന്ന സമയം നമുക്ക് വെറുതെ നിൽക്കണ്ട. നമുക്ക് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് സെറ്റാക്കി വെക്കാം. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചീര ദോശയായിരുന്നു കേട്ടോ. ഞാൻ അപ്പം നമ്മുടെ മാവിനകത്ത് ചുവന്ന ചീരയും പച്ച ചീരയും എല്ലാം കൂടെ ഇല മാത്രം ഒന്ന് അരച്ച് ബാറ്ററിന്റെ കൂടെ ചേർത്ത് വെച്ച കേട്ടോ. അങ്ങനെ അരച്ചെടുത്ത മാവാണിത്. ഇതിന്റെ ഒരു ദോശയായിരുന്നു നമുക്ക് രാവിലെ. അതുപോലെ കടല വെച്ച് അരച്ച ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. അപ്പൊ അതെന്തിനാ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാല്, ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞായിരുന്നു നമ്മള് വെജിറ്റേറിയൻസ് ഈ പ്രോട്ടീൻ, എസ്പെഷ്യലി കേരളത്തിൽ ജീവിക്കുന്ന വെജിറ്റേറിയൻസ് പ്രോട്ടീൻസ് കഴിക്കുന്നത് ഡയറ്റിൽ എത്രത്തോളം ആണെന്ന് എനിക്ക് ആശങ്കയുണ്ടെന്ന്. കാരണം നമ്മൾ ഓരോ മീലിലും നമ്മൾ മാക്സിമം പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇപ്പൊ രാവിലെ തന്നെ നമ്മള് കടല വെച്ചിട്ട് അരച്ച ചട്നി, പിന്നെ ചീര അരച്ച ദോശ മാവും ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ അവിടെ ആയിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള കുറച്ച് ഓപ്ഷൻസും കുറച്ച് ടിപ്സും ഒക്കെ തരാമെന്ന് വിചാരിച്ചു. പൂനെ വന്ന ശേഷം മറ്റൊരു പ്രത്യേകത, ഒരു 6:30, 6:45 ആകുമ്പോൾ നമ്മൾ എന്തായാലും എണീക്കും. കാരണം ആ സമയത്ത് നമ്മൾ അലാം വെക്കുന്ന പോലെ ഭീകരമായ സൗണ്ടാണ്. നമ്മുടെ ബേർഡ്സ് ചെറുപ്പ് ചെയ്യുന്നതിന്റെ സൗണ്ട് നമ്മളെ എണീക്കും. അതേപോലത്തെ സൗണ്ടാണ്, ഭയങ്കര കളവിന്റെ സൗണ്ടാണ്. സോ അലാമിന്റെ ആവശ്യം വന്നിട്ടില്ല. അതേ പറഞ്ഞു, നമ്മളിപ്പോ ഈ താമസിക്കുന്ന ഈ ഒരു ഫ്ലാറ്റ് കുറച്ചൊരു ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണ്. ഇവിടെ അങ്ങനെ അധികം പൊല്യൂഷൻ ഒന്നുമില്ല. പിന്നെ പഴയ ഫ്ലാറ്റ് ആയതിന്റെ ഫ്ലാറ്റിന്റേതായ ബിൽഡിങ്ങിന്റെ ചെറിയ പൊടി ഉണ്ട്, കാറ്റും കൂടെ ഉള്ള. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് ബാക്കിയെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഫ്ലാറ്റിന്റെ സ്ട്രക്ചർ ആണെങ്കിലും എല്ലാം അടിപൊളി കിടിലമാണ്. പിന്നെ വേറെ എന്തോ പിന്നെ ഇവിടെ വന്ന ശേഷം വേറൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ കാക്കകളെ പോലെ ഇവിടെ ഏറ്റവും സുലഭമായിട്ടുള്ളത് തത്തകളാണ്. അപ്പം ചില സമയത്ത് ബാൽക്കണിയിലൊക്കെ ഭയങ്കര ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഈ കതവ് തുറന്ന് എന്താ നോക്കാൻ നിർത്തി, നമ്മുടെ ഈ വലയിൽ കൂടെ ഒക്കെ ചില തത്തകൾ അകത്ത് പെട്ടു. പിന്നെ അവരുടെ ബാക്കി ഫ്രണ്ട്സ് എല്ലാം അവിടെ വെളിയിൽ കിടന്ന് ഒച്ച വെക്കുന്ന ഈ തത്ത എങ്ങനെയും ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല നിറയെ തത്തകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെയാണ് ഈ ഫ്ലാറ്റിന്റെ വിശേഷങ്ങൾ. ഈ ഫ്ലാറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമുക്ക് മനസ്സിന് അത്രയും ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം തവിടെണ്ണയാണ് എടുക്കാറെങ്കിൽ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ രാവിലെ ഉരുക്കി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വെച്ചതാ കേട്ടോ, എനിക്കിന്ന് കുക്കിങ്ങിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കണ്ടോ, ഒന്ന് വീണ്ടും കട്ടയായി കേട്ടോ. ഞാൻ ഈ പാൻ ചൂടാക്കി ഒന്ന് ഉരുകുമോന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുക. ഒന്ന് ഉരുക്കാൻ നല്ലതായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിയിട്ട്, പച്ചമുളകിട്ട്, തക്കാളി ഇട്ട്, മല്ലിയില ഇട്ട്, ഇതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ല വഴണ്ട ശേഷം നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ക്ലിയർ ആണല്ലോ? മല്ലി, പച്ചമുളക്, തക്കാളി, മല്ലിയില, ഉപ്പ്, മഞ്ഞപ്പൊടി ഇത്ര ഇട്ട് വഴറ്റിയെടുത്ത ശേഷം വെളിച്ചെണ്ണയിലോ മറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. വഴറ്റിയെടുത്ത ശേഷം നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനായിട്ട് പോവാണ്. കല്ലുപ്പിന്റെ ഫാനാണ്, കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് തണുത്ത ശേഷം അടിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടുതലായിട്ടിരിക്കുന്നത്, കാരണം ഇനി ഫുൾ ചോറിന്റെ കൂടെ മിക്സ് ആവുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ടേസ്റ്റ് വരാനായിട്ട് കേട്ടോ. ഇതിപ്പം ഇങ്ങനെ ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇനി തടുക്കയൊക്കെ ഉണ്ടാക്കി ഇതെങ്ങനെയാന്ന് നോക്കാം. ഞാൻ തടുക്ക ആഡ് ചെയ്തത് കാണിക്കാൻ പറ്റിയില്ല. എന്താന്ന് ചോദിച്ചാൽ ലൈക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാനും ഇത് ചെയ്യാനും കൂടെ പറ്റിയില്ല. ഞാൻ എണ്ണയിൽ കടുക്, ഉലുവ, ഉഴുന്ന്, കടലപ്പരിപ്പ്, ചുവന്നമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട്, പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു സാധനം കൂടെ ആഡ് ചെയ്തു. അത് ഞാൻ ഇതിനകത്തുള്ളതല്ല, ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. കുരുമുളകും കൂടെ ചതച്ചത് ആഡ് ചെയ്ത് തടുക്കയാക്കി ഇതിനകത്തോട്ട് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനകത്തോട്ട് ചോറ് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ചോറിൽ നമ്മൾ കുറച്ച് ഇത് ഇട്ടു, എന്താ അതിന്റെ പേര്, പച്ചടി ഇട്ടു. പിന്നെ ഇത് ക്യാബേജ്, ഓണിയൻ, ഗ്രീൻ ചില്ലി, ഒലിവ് ഓയിലൊക്കെ ഉള്ളൊരു സാലഡാണ്. പിന്നെ നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഈ ചോറിന്റെയും പച്ചടിയുടെയും മേലോട്ട് നാരങ്ങ ഒഴിച്ചു. സോ ഇതാണ് നമ്മുടെ ലഞ്ച് ഇന്നത്തെ. ഇവിടെ വെച്ചോ.
സോ ഗുഡ് ഗൈസ്. ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ഇതിന് മേളിലോട്ട് ഒഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ അപ്പോളെ നല്ല ടേസ്റ്റ് അത്. മോനും ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ടൊമാറ്റോ പച്ചടി സത്യത്തിൽ ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിനൊക്കെ ഇത്രയും ടേസ്റ്റ് വരുന്നത് വളരെ നല്ലതാണല്ലേ. കാരണം ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. കാരണം അത്ര ടേസ്റ്റിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഈ റെസിപ്പി ഞാൻ കാണിക്കുന്നതൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. എളുപ്പമുള്ള റെസിപ്പീസ് അല്ലേ. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ശരി, ബൈ.